വന്ധ്യതയും സർപ്പദോഷം കൊണ്ടുണ്ടാകാം. ഇതിനെക്കുറിച്ച് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ഘട്ടങ്ങളിൽ വയറ്റിൽ വെച്ച് തന്നെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അവസ്ഥയും സർപ്പദോഷം കൊണ്ടുണ്ടാകുന്നുണ്ട്. പലപ്പോഴായിട്ട് അബോർഷനാവുക, ഇതൊക്കെയും തന്നെ സർപ്പദോഷമുള്ള ആളുകളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. സന്താന ലബ്ധിക്കായിട്ട് ചെയ്യുന്ന വഴിപാടുകൾ പോലും ഫലം കാണാതെ പോകുന്നതിന് ഒരു കാരണം സർപ്പദോഷം തന്നെയാണ്. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തൊരവസ്ഥ, സന്തോഷം അനുഭവിക്കാൻ ശാരീരികമായും മാനസികമായും അവസ്ഥയില്ലാതെ വരുന്നു, വിവാഹ തടസ്സമുണ്ടാകുന്നു, ഒറ്റപ്പെട്ട അവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നു. ഇവയൊക്കെയും തന്നെ സർപ്പദോഷത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നവയാണ്. ജന്മനാ നാഗദോഷം വരാനുള്ള സാധ്യത ചില നാളുകാരിലുണ്ട്. അത്തം, തൃക്കേട്ട, രോഹിണി, പൂരുരുട്ടാതി, പൂയം, വിശാഖം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർക്കാണ് നാഗദോഷവും സർപ്പദോഷവും വരാനുള്ള സാധ്യത കൂടുതൽ. ഇത് ജാതകം പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും.